മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായിട്ടുള്ള മഴയായത് കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഈ ചാപ്പലിൻ്റെ മുകൾ ഭാഗത്തെ റൂഫ് ടിന്നുകൊണ്ടുള്ള റൂഫായതുകൊണ്ട് ടിന്നിൻ്റെ മുകളിൽ ഈ മഴത്തുള്ളികൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത് കരുണയുടെ അവസാന മണിക്കൂറുകൾ. അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളും നാം കേട്ട സന്ദേശങ്ങളും അതുപോലെ തന്നെ ആനുകാലിക സംഭവ വികാസങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിചിന്തനമാണ് നാം നടത്താൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ ദുഃഖത്തോടു കൂടി തന്നെ നമ്മോട് പറയുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന വഴിയായിട്ട് ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ കരുണയുടെ സന്ദേശം, ആ കൃപയുടെ മണിക്കൂറുകൾ അവസാനിക്കാൻ പോകുന്നു. ഞാൻ എത്രമാത്രം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ, പരിശുദ്ധ കന്യകാമാതാവിലൂടെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്ത വിശുദ്ധരിലൂടെ, മിസ്റ്റിക്കുകളിലൂടെ നൽകിയ സന്ദേശങ്ങൾ, അവ തുടർച്ചയായി നൽകിയ ശേഷവും അത് കേട്ടിട്ടും ജനം എൻ്റെ നേരെ മുഖമല്ല തിരിക്കുന്നത്, പുറമാണ് തിരിക്കുന്നത്, പുറംഭാഗമാണ് കാണിക്കുന്നതെന്ന് കർത്താവ് വളരെ വേദനയോടുകൂടെ പറയുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കർത്താവ് പറയുന്നു, പ്രത്യേകമായി ഗൗരവബുദ്ധിയോടുകൂടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനായി ഒരുങ്ങുന്നതിന് കർത്താവ് പറയുന്നു. ഈ ഭൂമിയിലെ സകല സൃഷ്ടവസ്തുക്കളും താനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ സമയം അടുക്കുമ്പോൾ ആകാശവും സൂര്യനും പ്രകൃതിയും സമുദ്രവും വരാൻ പോകുന്ന ശിക്ഷയെ ഓർത്ത് നിലവിളിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ശരിയല്ലേ? ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുക. കർത്താവ് പറയുന്നില്ലേ, നിങ്ങളുടെ തന്നെ ശാസ്ത്രജ്ഞന്മാർ നിങ്ങളോട് പറയുന്നില്ലേ? വാസ്തവമല്ലേ? ഈ അടുത്ത കാലത്ത് പല പ്രാവശ്യം കേട്ടൊരു സന്ദേശമാണ്, ഭൂമി പഴയതിലും കൂടുതലായി പെട്ടെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ശാസ്ത്രജ്ഞന്മാര് തെളിവോടുകൂടെ കണ്ടെത്തിയ കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിന് വേണ്ട തെളിവുകളാണല്ലോ. കർത്താവ് വളരെ ദുഃഖത്തോടെയോടെയാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടെ കാണേണ്ടവര് കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ശാസ്ത്രജ്ഞന്മാരുടെ ഇതായിട്ടുള്ള തെളിവോടുകൂടിയുള്ള അവർ പറയുന്ന കാര്യങ്ങൾക്കാണ് മനുഷ്യന് വിശ്വസിക്കാൻ താല്പര്യം. അവർക്ക് തെളിവ് കിട്ടിയേ പറ്റൂ അത്ര. അതെ, അങ്ങനെയെങ്കിൽ ഇതാ തെളിവ് തരുന്നു. ഭൂമി പഴയതിലും കൂടുതലായിട്ട് വേഗത്തിൽ കറങ്ങുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ബാഡ് എഫക്റ്റ് എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം. ഭൂമിയുടെ പല ഭാഗത്തും കാലാവസ്ഥ അങ്ങേറ്റം മാറ്റപ്പെട്ടിരിക്കുന്നു. വൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും മറ്റും കബളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പൂക്കളുണ്ടായ ശേഷവും അതിന് ലഭിക്കേണ്ട നല്ല കാലാവസ്ഥ കിട്ടാത്തത് കാരണം, ചൂട് കാരണം പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, ഫലങ്ങൾ ഉണ്ടാകുന്നില്ല. പഴയതിലും കൂടുതലായിട്ട് പ്രിയപ്പെട്ടവരെ എത്രയധികമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. 2 ആഴ്ച മുമ്പ് അമേരിക്കയിലുണ്ടായ, ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയം, അത് അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും പല ഭാഗത്തും നാം കണ്ടതാണ്. മിന്നൽ പ്രളയം 4 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 2 മണിക്കൂറിൽ പെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നദിയുടെ തീരദേശത്ത്
സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന കുട്ടികൾ, ക്യാബിനുകളിൽ താമസിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൽ, ആ ക്യാബിൻ സഹിതം വെള്ളം ഒഴുകിക്കൊണ്ടുപോയി. അനേകരെക്കുറിച്ച് ഇനിയും വിവരമില്ല. കാരണം ഇങ്ങനെയുള്ള സമ്മർ ക്യാമ്പുകളിൽ അവരെവിടെ പോകുന്നു, അവരെവിടാണെന്ന് ആർക്കും അറിവില്ല. ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം, എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ വരെ മാതാപിതാക്കൾക്ക് അധികാരമില്ല മക്കളോട്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എൻ്റെ അവകാശം, അതെൻ്റെ ഇഷ്ടം. നാം വഴിയാത്രയിൽ ആരെങ്കിലും കാണുമ്പോൾ നാം സ്നേഹപൂർവ്വം ചോദിക്കും എവിടെ പോകുന്നത്, അതിന് ഒത്തിരി അവർ നൽകാറുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നാം ആരോടെങ്കിലും എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരമാണ്. അവർ ദേഷ്യപ്പെടും നമ്മോട്. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയും, നിന്റെ കാര്യമല്ല അത്. അപ്പോൾ ഇങ്ങനെ യാതൊരു വിവരവും ആർക്കുമില്ലാതെ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയും അതുപോലെ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയും നദീതീരത്ത് ഉണ്ടായിരുന്ന ക്യാബിനുകളിൽ കഴിഞ്ഞിരുന്ന അനേകരെ പറ്റി യാതൊരു വിവരവുമില്ല. മലവെള്ളം വരുന്നത് കണ്ട് ഓടിമറയാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയില്ല. അത്ര വലിയ പ്രളയം. ഇതൊരു സ്ഥലത്ത് മാത്രമാണോ? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഭവിക്കുന്നില്ലേ? ഉണ്ട്. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഓർഡർ ഇട്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ? 1000 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കേണ്ട കൊടുങ്കാറ്റ്, ചുഴലി, ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇതാ 1 മാസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ അവർ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. കമ്മീഷൻ കണ്ടുപിടിക്കും. ബുദ്ധിയുടെ തലത്തിലുള്ള പല കാര്യങ്ങളും അവർ കണ്ടുപിടിക്കും. യാതൊരു വാസ്തവമില്ലാത്ത കാര്യങ്ങൾ അത് ജനം വിശ്വസിക്കുകയും ചെയ്യും. കാരണം കമ്മീഷൻ പറഞ്ഞതല്ലേ, ശാസ്ത്രജ്ഞർ പറഞ്ഞതല്ലേ, അതവർ വിശ്വസിക്കും, അത് പെട്ടെന്ന് വിശ്വസിക്കും. എന്നാൽ മനുഷ്യന്റെ പാപങ്ങൾ വഴിയായി ദൈവം നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാരോട് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കി, തങ്ങളുടെ പാപമാണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി അനുതപിക്കുന്ന പക്ഷം മാത്രമേ, പ്രിയപ്പെട്ടവരെ, അനുതപിക്കാനുള്ള ഒരു മനസ്സ് ജനത്തിന് ഇനിയും ലഭിക്കുന്നില്ല. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇതിനെപ്പറ്റി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം ഭൂമിക്ക് മേലുള്ള വിധിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 24-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായും കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. പല സ്ഥലത്തും ശൂന്യമാകുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച ഇത് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് ഒരു മെസ്സേജ്. 2 ആഴ്ചയ്ക്കുള്ളിൽ അമിതമായ ചൂട് കാരണം 2500 പേരാണ് മരിച്ചത്. എല്ലാ സമയവും AC-യിൽ കഴിയുന്നവർ അല്ലെങ്കിൽ അതിന് തക്കതായ കാലാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഇലക്ട്രിസിറ്റി നിന്നു പോയാൽ, അല്ലെങ്കിൽ അമിതമായ ചൂട്, സൂര്യൻ്റെ ചൂട് കാരണം അമിതമായ ചൂട് അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് ആ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനാവില്ല, മരണം സംഭവിക്കുന്നു. ഭൂമി ശൂന്യമാകുന്നു. അമേരിക്കയിലും യൂറോപ്പിലും പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഭയാനകമായ കാട്ടുതീ, എത്ര ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആളിപ്പടരുന്ന തീ. ഭൂമി ഒരു കണക്കിന് ശൂന്യമാവുകയല്ലേ? ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിപ്പൊഴിയുന്നു, ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ
ദഹിച്ചു തീരുന്നു, ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. ഇതെല്ലാം തുടക്കമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം 100% സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമി പഴയതിലും കൂടുതലായി ശക്തമായി കറങ്ങുമ്പോൾ, കാലാവസ്ഥയിൽ വലിയ വലിയ വ്യതിയാനമുണ്ടാകുമ്പോൾ, ലോകത്തിൻ്റെ സ്ഥിതിവിശേഷം തന്നെ മാറി മറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുടെ തലത്തിലേക്കല്ല നാം നോക്കേണ്ടത്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും തലത്തിലേക്ക് നോക്കി അതിൻ്റെ കാരണങ്ങൾ, തിരുവചനം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി അനുദപിക്കുക മാത്രമല്ല, മറ്റ് നമ്മുടെ സഹോദരങ്ങളുടെ പാപങ്ങളെ പ്രതിയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അതുപോലെയുള്ള വിശുദ്ധാത്മാക്കൾ മറ്റുള്ളവരുടെ പാപങ്ങളെ പ്രതിയും കൂടെ ആഴമേറിയ അനുതാപത്തോടുകൂടെ അനുതപിച്ചു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നതെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. നോക്കുക, എത്രയോ വാസ്തവം. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു, പൊടിയിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ പാപങ്ങൾ കാരണം ഉണ്ടാകാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ചെറിയ തുടക്കം മാത്രമേ ഇപ്പോൾ ആവുന്നുള്ളൂ. വലിയ വലിയ സംഭവവികാസങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വൈറൽ ന്യൂസ് നിങ്ങൾ കേട്ടിരിക്കും. ജൂലൈ 5 ജാപ്പാനിൽ നിന്നുള്ള ഒരു സ്ത്രീ ഏറെ വർഷങ്ങളായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ചില സന്ദേശങ്ങൾ അതനുസരിച്ച് ജൂലൈ 5 രാവിലെ 4:15 ഫിലിപ്പീൻസിനും അതുപോലെ ജാപ്പാനും ഇടയ്ക്ക് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും അതോടൊപ്പം ഉണ്ടാകുന്ന സുനാമി തിരകൾ പല സിറ്റികളെയും എന്ന് പറഞ്ഞാൽ കടലോരത്ത് ഉണ്ടാക്കിയിരിക്കുന്ന, കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന സകല പട്ടണങ്ങളും ജലത്താൽ മൂടുമെന്നുമാണ് ആ സഹോദരിയുടെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഇത് ജനം വിശ്വസിച്ചു. അതിൻ്റെ കാരണം ഇതായിരുന്നു, ആ സഹോദരിയുടെ 15 പ്രൊഫസിയിൽ 13 യഥാർത്ഥത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ജനം മുഴുവൻ വലിയ അങ്കലാപ്പിലായി. ജാപ്പാനിലേക്കുള്ള ടൂറിസം നിലച്ചുപോയി. കോടിക്കണക്കിന് ഡോളർ അവർക്ക് നഷ്ടമായി മാറി. ഫ്ലൈറ്റുകളെല്ലാം നിന്നുപോയി. ആ ദിവസം ശ്വാസമടക്കി പിടിച്ചാണ് എല്ലാവരും ഇരുന്നത്. പലരും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ അന്ന് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അത് സംഭവിക്കില്ല എന്നർത്ഥമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു കാരണം ഇതാണ്, ശിക്ഷ പലപ്പോഴും നീതിയുടെ ഭാഗമായിട്ടാണ് നടക്കപ്പെടുക. അതുകൊണ്ട് ഒരിക്കലും ദൈവം കറക്റ്റ് സമയം പറയാറില്ല. സന്ദേശം കൊടുക്കും, എന്നാൽ ഇന്ന സമയം എന്ന് ചിലവർക്കൊക്കെ ആ സമയം പറയുമായിരിക്കും. സമയം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അത് ലോകത്തോട് പറയാൻ വേണ്ടിയല്ല. ഞാനൊരിക്കൽ നൽകിയ സന്ദേശങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ഫ്ലൈറ്റ്
ആക്സിഡൻറ്റിനെ തുടർന്ന് ഒരു നേതാവ് മരിക്കുന്നത്. ആ സന്ദേശം അത് എനിക്കായി തന്ന സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിന് ശേഷം കർത്താവ് പറഞ്ഞിരുന്നു, എല്ലാം ഒന്നും തുറന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന്. ഞാനത് അത്ര എൻ്റെ ഭാഗം തെറ്റുപറ്റിപ്പോയി, ഞാനതത്ര ശ്രദ്ധിച്ചില്ല. അതിൻ്റെ സമയം കർത്താവ് എന്ന സന്ദേശം അതുപോലെ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് കറക്റ്റ് സമയം പറയാത്തതിൻ്റെ കാരണം? കർത്താവിൻ്റെ നീതിയുടെ ഭാഗമായി ഈ ശിക്ഷ നടപ്പിലാകുമ്പോൾ ആ നീതിയുടെ ശിക്ഷ അനുഭവിക്കേണ്ടവർ അതിന് രക്ഷപ്പെടാൻ പാടില്ല. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർ പാപത്തിൽ ജീവിക്കുകയാണെങ്കിലും വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ വിശ്വാസത്തോടെ മനസ്സിലാക്കി അനുതപിച്ച് തിരിച്ചു വരുന്നതിനും രക്ഷ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് ഈ സന്ദേശം മുൻകൂട്ടി നൽകുന്നത്. എന്നാൽ സമയം ഒരിക്കലും വെളിപ്പെടുത്താറില്ല. അപ്പോൾ ഈ ജൂലൈ 5 മണിക്ക് 4:18 സംഭവിക്കുമെന്ന് പറഞ്ഞ ഈ സംഭവം, ഈ ഭൂമി കുലുക്കം എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് മനസ്സിലായല്ലോ. മാത്രമല്ല ഇത് സംഭവിക്കില്ല ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഏത് സമയത്ത് സംഭവിക്കാം. പക്ഷേ നീതിയുടെ തലത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവർ കുടുക്കപ്പെടും. മാനസാന്തരപ്പെടാത്തവർക്കുള്ള ശിക്ഷയായിട്ടും കൂടിയായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുക. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. നാം പല അഗ്നിപർവ്വത സ്ഫോടനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക. അതുപോലെ ഒരു വലിയ അഗ്നിപർവ്വതം സമുദ്രത്തിൻ്റെ അടിയിൽ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതെത്ര ശക്തമായിട്ടായിരിക്കും ആ പൊട്ടിത്തെറിയുടെ അനന്തരഫലം വഴിയായിട്ട്, പൊട്ടിത്തെറിയുടെ അമിതമായ ശക്തി കാരണം പ്രിയപ്പെട്ടവരെ ജലം 4 ഭാഗത്തേക്കും അലയടിച്ചുയരുകയും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരത്തിൽ തിരമാലകൾ ഉയരുകയും അനേകം സിറ്റികളും കടലോരത്ത് താമസിക്കുന്ന ജനങ്ങളും അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. എങ്കിലും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം നാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് തിരിച്ചു വന്ന് തങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി കർത്താവ് വരാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവൻ്റെ രക്ഷയല്ല, എന്നാൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് നാം 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജനം എന്തെല്ലാം ചെയ്യുന്നു. ഒരല്പകാലത്തെ ഈ ലോകത്തെ ജീവിതം, എന്നാൽ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷമുള്ള നിത്യമായ ജീവനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ ഗൗരവമായിട്ടെടുക്കാം ഈ സന്ദേശങ്ങൾ. അതനുസരിച്ച് പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സകല വിശുദ്ധയുടെയും മാലാഖമാരുടെയും പ്രത്യേകം ആദിശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.